ബോസ് മലയാളം സീസൺ 4 പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഭാവി വധു എന്ന പേരിലാണ് നടിയും സംരംഭകയുമായ ആരതി പൊടിയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങിയ റോബിനെ അഭിമുഖം ചെയ്യാൻ പോയതായിരുന്നു ആരതി. അവിടെ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും. ഇരുവരും ചേർന്നുള്ള അഭിമുഖം വൈറലായതോടെ ഇരുവരും നല്ല ജോഡികളാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ വന്നു. അപ്പോഴേക്കും ആരതിയും റോബിനും പ്രണയത്തിലായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ സമ്മതം കൂടി ലഭിച്ചതോടെ വിവാഹിതരാകാമെന്ന് താരങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അതിഗംഭീരമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. ഈ വരുന്ന ജൂണിൽ വിവാഹവും തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങി. എന്നാൽ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി പുതിയൊരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് താരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തന്റെ വിശേഷങ്ങളൊക്കെ റോബിൻ പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല ആരതിയും റോബിനൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇവിടേക്ക് വരാൻ രാവിലെ 6 മണിക്ക് മുൻപ് റെഡിയായി തന്റെ അടുത്ത് വന്ന ആളാണ് ആരതിയെന്നും തനിക്ക് വേണ്ടി അത്രത്തോളം എഫേർട്ട് അവൾ എടുക്കുന്നുണ്ടെന്നും റോബിൻ പറയുന്നു. ആരതി വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയാണ് ആദ്യ ചോദ്യം. ബിഗ് ബോസിന് മുൻപ് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ആ സമയത്ത് അലറി സംസാരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. എന്നോട് ആരതി ആവശ്യപ്പെട്ടതും പതിയെ സംസാരിക്കാനാണ്. ചേട്ടാ ആലോചിച്ചിട്ട് മാത്രം സംസാരിക്കൂ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിലെല്ലാം ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി എന്നെപ്പറ്റി വിവാദങ്ങളൊന്നുമില്ല. അതിന് കാരണം അഭിമുഖങ്ങളിൽ ഞാൻ കാര്യമായ കണ്ടന്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ്. ഇനി പൊതുസ്ഥലത്ത് പോയി അലറി വിളിക്കത്തില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ലൊരു വ്യക്തിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം പൊടിയാണെന്നും റോബിൻ പറയുന്നു. ആരതിയെ മിസ്സിസ് റോബിൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെയും താരം സംസാരിച്ചു. അവളെ ആരതി പൊടി എന്ന് പറഞ്ഞാൽ മതി, മിസ്സിസ് റോബിൻ അല്ല. ഞാൻ വരുന്നതിന് മുൻപേ സിനിമകളിൽ അഭിനയിക്കുകയും ബിസിനസ് ഒക്കെ ചെയ്ത് നിന്നിട്ടുള്ള ആളാണ്. അവളെ റോബിന്റെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതില്ലെന്നും അവൾ മിസ് ആരതി പൊടിയാണെന്നും താരം കൂട്ടിച്ചേർത്തു. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള ആരതി പൊടീസ് ബുട്ടിക്കിന്റെ ഉടമയാണിപ്പോൾ. സെലിബ്രിറ്റികൾക്കടക്കം ആരതിയുടെ പൊടീസ് വസ്ത്രം ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സ്വന്തം അധ്വാനത്തിലൂടെയാണ് ആരതി ഇന്ന് കാണുന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. പൊടീസിന് പുതിയ കെട്ടിടം തുടങ്ങുന്നതിന് എല്ലാ പ്രവൃത്തികളിലും സഹായിയായി റോബിനും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിലാവും. കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടും. പുള്ളിക്കാരി ഒരു വലിയ ഡിസൈനറാണ്. പുള്ളിക്കാരിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിംഗ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എന്നായിരുന്നു റോബിൻ അടുത്തിടെ വിവാഹശേഷം ആരതിയുമായി ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ വിവരിച്ച് പറഞ്ഞത്. ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ റോബിൻ ദിൽഷയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ഇരുവരും പുറത്തു വരുമ്പോൾ വിവാഹിതരാകുമെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത്. പക്ഷേ അത് നടന്നില്ലെന്ന് മാത്രമല്ല പലവിധ പ്രശ്നങ്ങളാൽ ദിൽഷയും റോബിനും സൗഹൃദം പോലും അവസാനിപ്പിച്ചു.